ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിന്ന് ബ്ലാക്ക് ഓൺലി ചലഞ്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഇനി ഇടണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ CS ഹീറോയ്ക്ക് അടിച്ചാൽ കിട്ടുന്ന ആ ഷർട്ട് ഇട്ട്, പിന്നെ നേരെ പാൻറ്റിക്ക് പോയപ്പോൾ നല്ലൊന്നും കാണാനില്ല. പിന്നെ അവിടെ ട്രാക്ക് ഉണ്ടായിരുന്നു, ട്രാക്ക് ഇട്ടപ്പോൾ ഒരു രസമില്ല കാണാൻ. അപ്പോൾ ഇത് വേണോ വേണ്ടോ ചോദിച്ചിട്ട് അവസാനം ഞാൻ ട്രാക്ക് തന്നെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂവിൻ്റെ സെക്ഷനിൽ പോയി. അവിടെ ആണെങ്കിൽ ഞാൻ അവിടെ ഇട്ട് നമ്മുടെ എന്തായിരുന്നു മാജിക് ക്യൂബത്തെ ആ തീ പറഞ്ഞ ഗോസ്റ്റ് റൈഡറിൻ്റെ പോലത്തെ ബണ്ടിലിൻ്റെ ഷൂ ആണ് ഇട്ട്. പിന്നെ മുടി പിന്നെ ജിം യൂണിഫോമിൻ്റെ മുടി. ഇനി മാസ്കും കൂടി മതി. മാസ്ക് ഞാൻ ഇപ്പോൾ ഇത് പിന്നെ ഒരു രസമില്ല കാണാൻ. പിന്നെ അതാണ്ട് ഇട്ട്. ഇതിൽ ഓറഞ്ച് വരെ കുറച്ചുള്ളൂ, പക്ഷേ ബാക്കി ഫുള്ളും ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ലെവലായിട്ടായിരിക്കും ഇതിൽ ഉണ്ടാവുക. അത് ഞാൻ കുറച്ചുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ ഗണ്ണിൻ്റെ സെക്ഷനിൽ പോയി. പിന്നെ ഇന്ത്യയിൽ കറുപ്പ് കളർ ഇല്ലെങ്കിൽ ഞാൻ നേരെ എല്ലാതും ഇല്ലാതെ നമ്മുടെ അതിന് സ്കിന്നില്ലാത്ത പോലെ ആക്കാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് 3 തരങ്ങളിലായിട്ടാണ് നമ്മളിത് തിരിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ലെവൽ 1 ലോൺ വുൾഫ് കളിക്കും. നമ്മുടെ ലെവൽ 2 നമ്മൾ CS കളിക്കും. ലെവൽ 3 നമ്മൾ BR കളിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിറങ്ങി വീഡിയോയ്ക്ക് കിടക്കാം. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 3 ലെവൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബംഗാളീനെ കിട്ടിയാൽ നന്നായിരുന്നു. ഒരു ന്യൂബൻ ബംഗാളി ആണെങ്കിൽ അതിനേക്കാളും നന്നായിരുന്നു. കളി പെട്ടെന്നുണ്ട് തീരും. ആദ്യം തന്നെ നമുക്ക് P90 കിട്ടിയുള്ളത്. ഞാൻ നമ്മളെ സ്നൈപ്പറിൻ്റെ സ്കിന്ന് മാറ്റാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്കിപ്പോൾ P90യുടെ സ്കിന്ന് എൻ്റെ ഇപ്പോൾ ചെറുതായിട്ട് ബ്ലാക്കിലൊരു സ്കിന്നല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ P90 മാത്രം എടുത്ത് ഞാൻ ഇപ്പോൾ കളിക്കണുള്ളൂ. എനിമീൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ എനിമീനൊന്നും കാണാനില്ല. എനിമിയൊക്കെ ഓടി ഗൈസ്. ഇന്നെ കണ്ടിട്ട് എനിമിയൊക്കെ ഓടി എന്നൊക്കെ തോന്നുന്നേ. എന്താ ചെയ്യുക, എല്ലാവർക്കും ഇന്നെ പേടിയാണ്. ഓനെ കാണാനില്ല. ഇവരിങ്ങനെ ഒളിച്ചോല് കളിക്കും ചിലവന്മാർ. അപ്പം ഞാൻ മോളിൽ കയറിയിട്ട് കുറച്ചൊക്കെ നമ്മളങ്ങനെ അങ്ങോട്ട് തീർത്തിട്ട്, പിന്നെ ഗൈസ് ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ ഓനവിടെ ചുറ്റും കുള്ളായിട്ട് ഇരിക്കായിരുന്നു. ഞാൻ പിന്നെ ബോംബാണ് കുക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ ബോംബ് അപ്പുറത്തോട്ട് വീണ്. പിന്നെ ഓൻ്റെ കാലുമൊക്കെ അടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ നേരെ കാലിക്ക് കറക്റ്റ് സ്കോപ്പായിട്ട് ഓൻ്റെ കാല് ഞാൻ അടിച്ചു പൊട്ടിച്ച്. ഓൻ വിചാരിച്ചിട്ടുണ്ടാവും എവിടെ നിന്ന് അടി കിട്ടിയെന്ന്. ഓനെ തീർത്തിട്ടും ഗൈസ്. നമ്മളങ്ങനെയാണ്, നമ്മളെല്ലാത്തിനും തീർത്തും ഗൈസ്. ബംഗാളി ബൈനെ തനിക്കുണം കാണിച്ച് ആളിപ്പോൾ ബാക്കായിട്ടുണ്ട്. എന്തായാലും കളി ഞാൻ ബാക്കാണെന്നില്ല. ഇതാണ്ട് തീർത്തിടാം നമുക്ക് ഈ കളി. മനസ്സിലായി ഗൈസ്. ബംഗാളി ബൈ ശരിക്കും വന്നിട്ടില്ല. നാലാമത്തെ ഓനും 0-4. ഇനി ബംഗാളി ബൈ കളി തുടങ്ങുന്നുണ്ടാവും. ബംഗാളി ബൈ അല്ലേ എളുപ്പമായിട്ട് അടിച്ചിടാലോ. ന്യൂബനല്ലേ ബംഗാളി ബൈ ഒന്നും എടുക്കണില്ല. ബംഗാളി ബൈ ഒന്നെങ്കിലും എടുക്ക്. ഒന്നും എടുക്കണില്ല. ശരിക്കും പോയി എന്നൊക്കെ തോന്നണിട്ടാ. ഇന്നെ പേടിച്ച് പോയതായിരിക്കും. നമ്മൾ സീനല്ലേ, അതുകൊണ്ട് ഇന്നെ പേടിച്ച് പോയതൊക്കെ. അവിടെ ആരെയും കാണാനൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും ചാവൊന്നുമില്ല. ബംഗാളി ബൈ തനിക്കോണം കാണിച്ചു തന്നെ. ഈ കളി നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ CS കളി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ഞാനാക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ അധികം വീഡിയോൻ്റെ ലെങ്ത്ത് അധികം കൂട്ടാൻ വെച്ചിട്ട് അടിച്ചിട്ട് കളയാനെ ഗൈസ്. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ WSP എടുത്ത് എല്ലാവരും ഹെഡ് അടിക്കാൻ നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല, WSP ഇട്ടാൽ ഹെഡേ കയറുള്ളൂ. എന്താണെന്നറിയില്ല, ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ടോ എന്നാണ്. അപ്പോഴേക്കും ഒരു എനിമി നമ്മളെ എത്തിക്ക് വന്ന് ചെക്കൻ്റെ കില്ലും പോലുണ്ടായി. ഒരു തന്നെ ഒരു 79 കൊടുത്ത് ഞാൻ ടാക്സി ആയിട്ട് റഷ് ചെയ്തപ്പോഴേക്കും ആ കില്ല് പോവുമോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഓനവിടെ ഓടി. പിന്നെ ഞാൻ പിന്നും അവിടെ പോയി നോക്കിയപ്പോൾ ഓൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ബോൺഫയർ കിട്ടിക്കഴിഞ്ഞ് ഓനെ ഞാൻ തീർത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ എനിമി വേറൊരുത്തനും കൂടി തീർത്തിട്ട് ലാസ്റ്റ് എനിമി എവിടെയെന്ന് നമുക്കറിയാത്തതുകൊണ്ട് ഞങ്ങൾ തപ്പി അടക്കുകയാണ്.
ലാസ്റ്റ് എനിമിയുടെ സൈഡിലുണ്ടാവും എന്ന് വിചാരിച്ചു. എന്തായാലും എൻ്റെ ടീംമേറ്റ്സ് കൊല്ലും. അപ്പോഴേക്കും ആ റൈഡൻ പവറിൻ്റെ മേലിൽ ഞാൻ ചാടി കൊടുത്ത്. ഞാൻ പിന്നെ എനിമീനെ കാണുകയും ചെയ്ത്. നമ്മളെ ടീംമേറ്റ്സ് എന്തായാലും അവർ തീർക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ തന്നെ വേണം, നമ്മൾ തന്നെ വേണേ. പക്ഷെ എനിമി തീർത്തുണ്ട്. പക്ഷെ അവൻ്റെ കത്താനെ കിട്ടി ഗൈസ്. പക്ഷെ അവൻ്റെ കത്താനെ കിട്ടി. അതുകൊണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഈ കളി ഏത് എടുക്കും? നമുക്ക് ഇപ്പോൾ നമുക്ക് ഏത് ഗണ്ണാണ് ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് സ്കിന്നുള്ളത്? ഒരു ഗണ്ണും ഇല്ല. അതുകൊണ്ട് ഒരു ഗണ്ണും ബ്ലാക്ക് സ്കിന്നുള്ള ഗണ്ണൊന്നും എൻ്റെ കയ്യിൽ ഇല്ലേ. ഏതപ്പോൾ എടുക്കുക? ബ്ലാക്ക് സ്കിന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സ്കിന്നുള്ള ഒരു ഗണ്ണും അത്യാവശ്യം നല്ല ഗണ്ണൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡെസർട്ട് ടൈഗിൾ എടുത്തിട്ടുണ്ട്. എന്തോന്ന് കാണിക്കണമെന്നാവോ, വെറുതെ എടുത്തിരിക്കുകയാണ്. ഇവിടെ മറ്റോമാര് കിങ് ഫിഷർക്ക് എടുത്ത് കുത്തിപ്പിടിക്കാൻ ഇറങ്ങും. നമ്മൾ ഹെഡ് അടിക്കാൻ ഇറങ്ങിയതാ. പക്ഷെ എന്തായാലും ചാവും, അത് ഉറപ്പാ. അപ്പം തന്നെ നല്ല ഡാമേജ് കിട്ടി. അപ്പം ചാവൽ തന്നെ ഗൈസ്. ഇവിടെ ആരും കാണാനങ്ങനൊന്നുമില്ല. ഇവിടെ ഞാൻ ഗണ്ണ് വിചാരിച്ച് കയറി നോക്കിയപ്പോൾ ഗണ്ണല്ല, ഉണ്ടമ്പരി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് മുകളിൽ എന്തായാലും എനിമീസ് ഉണ്ടാവുമെന്ന് എനിക്ക് അപ്പം തോന്നി. സോണൊക്കെ വരുമ്പോൾ അമ്മമാർ താഴത്തേക്ക് വരുമല്ലോ. അപ്പം ഞാൻ നൈസായിട്ട് ലൂട്ടെടുത്ത് എക്സമൈറ്റൊക്കെ നമുക്ക് കിട്ടി. ഞാൻ പിന്നെ എൻ്റെ ഹെൽത്തും പകുതിയുള്ളൂ. ഞാൻ മഡടിക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് എനിമിയൊക്കെ എവിടെ നോക്കിയപ്പോൾ മുകളിൽ കയറാമെന്ന് വിചാരിച്ച്. മുകളിൽ ഒരു എനിമി ഉണ്ടായിരുന്നു ഗൈസ്, ഉണ്ടായിരുന്നു ഒരു എനിമി. പക്ഷെ അതിപ്പോൾ പോയിണ്ടാവും എനിക്ക് തപ്പടേ തോന്നി. ഞാൻ താഴത്തേക്ക് ഇറങ്ങി പേടിച്ചാണ് ഇറങ്ങണത്. അപ്പോഴേക്ക് നല്ലൊരു അടി കിട്ടി സൈഡിൽ നിന്ന്. ഓൻ എവിടെ നിന്നാണ് അടിച്ചത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവസാനം ഞാൻ അടിച്ചതും എനിമി നമ്മുടെ ടീമേറ്റ് പുനം ഉണ്ടായി. കില്ല് ഫുള്ളും പുനം ഉണ്ടാവുകയാണല്ലോ ഗൈസ്. കില്ല് ഫുള്ളും പുനം ഉണ്ടാവുക. അമ്മമാർ കില്ലേ പുനം ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്തതായിട്ട് ഇങ്ങനെ എന്തായാലും കുത്തിപ്പിടിക്കണം ഗൈസ്. കുത്തിപ്പിടിക്കാൻ പറ്റുന്ന പോലെ ഗണ്ണുണ്ട് അവിടെ. നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ. കുത്തിപ്പിടിക്കാൻ വേണ്ടി കറക്റ്റ് നമ്മൾ MP40 എടുത്തിരിക്കണം ഗൈസ്. MP40 അതുകൊണ്ട് നമ്മൾ കുത്തിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിമീസ് അവിടെ ഗ്ലൂ വാൾഡ് കവറിട്ട് എനിമീസൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറി ചെന്ന് നോക്കാം. അവിടെ ഗ്ലൂ വാൾഡ് കവറൊക്കെയാണ് ഓന്. നമുക്കത് കയറി ചെന്ന് നോക്കാം. ഓൻ തീർത്താ അല്ല, ബാക്കിൽ നിന്ന് നല്ല അടി കിട്ടി ഗൈസ്. ആ സമയത്താണെങ്കിൽ ബാക്കിൽ നിന്ന് നല്ല അടി കിട്ടി. ഞാൻ പിന്നെ ഗ്ലൂ വാൾഡൊന്നും ഇടാൻ നിന്നില്ല. ഞാൻ നേരെ ആ എനിമീനെ കൊല്ലാൻ നിന്ന്. ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ചാവുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയുണ്ട്. ഞാൻ പെട്ടെന്നുണ്ട് മെഡടിക്കുമ്പോൾ എടുത്ത് സോം വന്നാൽ തീരെ ഇതാക്കും. എൻ്റെ മെഡിൻ്റെ ബട്ടൺ നോക്ക് കിടന്ന് ഇളകണങ്ങൾ. ഓക്കെ ഗൈസ്, ഒരു സേളൊക്കെ ഉണ്ട്. ഓൻ തന്നെ റിവൈവ് ചെയ്യാൻ പോണില്ല. വെറുതെ റിവൈവ് വെറുതെ ആവശ്യമില്ലാതെ വെറുതെ റിവൈവ് ചെയ്യണ്ടല്ലോ. അപ്പോഴേക്കും അവിടെ നിന്ന് എനിമീസ് വരുന്ന എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഞാൻ എന്തായാലും എവിടൊക്കെ ഞാൻ ഗ്ലൂ വാളിന് നിൽക്കുന്ന മനസ്സിലാവണില്ല ഗൈസ്. അമ്മാതിരി ഗ്ലൂ വാൾഡല്ല എൻ്റെ. ഗൈസ് ഒരുത്തന്നെ അങ്ങനെ നമ്മൾ കൊന്നു ഗൈസ്. മറ്റൊന്ന് സോണി പെട്ടിയാത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ 3 ഫസ്റ്റ് കില്ലാണത്. കുത്തിപ്പിടിച്ചെങ്കിൽ നമ്മുടെ കളി ജയിച്ചല്ലോ ഗൈസ്. പിന്നത്തെ കളി ഫുള്ളും എൻ്റെ ചാവൽ തന്നെയായിരുന്നു. ഞാൻ നേരെ പോയി എനിമിൻ്റെ മടയിൽ കയറി കൊടുത്ത് 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ ടീം ഷടപടയെന്നായിട്ട് വന്ന് തീർത്ത് എല്ലാ എനിമീസും കൂടി ചാടി വന്ന് അവസാനം ഡുവോ ഇതിലായി. പിന്നെ ഡുവോ സോളായി. എതിർ ടീമത്തെ ഒറ്റയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓനെയും കൂടി കിട്ടിയാൽ പിന്നെ തീർത്തിടുന്നതിലായി നമ്മുടെ ടീംമേറ്റ്സ്. പിന്നെ 3 പേരായി. പിന്നെ ഒരുത്തൻ ഏസും കൂടി എടുത്തു. അങ്ങനെ നമ്മുടെ ഈ CS നമ്മൾ ബുയി അടിച്ചു ഗൈസ്. ഇനി BR ബുയി അടിക്കാൻ സാധ്യതയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ BR ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അപ്പത്തന്നെ ഒരു എനിമി ഇറങ്ങി. ഞാൻ എന്താ ചെയ്ത്, ഞാൻ ലൂട്ടെടുക്കാൻ വേണ്ടി വെറുതെ ഓനെ കൊല്ലാൻ നിൽക്കണ്ട, ഓൻ്റെ കണ്ണുണ്ടാവും ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ നോക്കിയപ്പോൾ അതാ ഇന്ത്യയിൽ കണ്ണ് ത്രോൺ കണ്ണുണ്ട്. ഓനെ കുത്തിപ്പിടിച്ച് കൊന്ന്. ഓൻ്റെ പിന്നെ ഒരു സ്നൈപ്പർ. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ കോഡ് നല്ലൊരു ഗണ്ണുണ്ടായിരുന്നു. എനിക്കിഷ്ടം കോഡായിരുന്നു. അപ്പം ഞാൻ ആ കോഡ് എടുത്തു ഗൈസ്. പിന്നെ റീലോഡ് ചെയ്ത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഭീമാശക്തിയിലാണ് ഞാൻ പറഞ്ഞുള്ളത്. ഭീമാശക്തിയിൽ അധികം എനിമീസിനൊന്നും കാണാനില്ല. നോക്കിയപ്പോൾ ഇതാ സൈഡിൽ ഒരു എനിമി. ഞാനതിനെ കൊല്ലാൻ നോക്കിയത്. ത്രോൺ ഗണ്ണൊന്നും തീരെ പവറില്ല എന്നൊരു സംശയം.
ഞാൻ നല്ല കൊടുത്തിക്കണ്. ത്രോൺ ഗണ്ണൊക്കെ പിന്നെ നല്ല എടുത്തുനിന്ന് അടിക്കാൻ പറ്റുന്ന ഗണ്ണല്ലേ. ആ എനിമി കുറച്ച് ദൂരത്തായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ തന്നെ പിങ്ങും ഇറങ്ങി. റിവെഞ്ച് മുഖ്യം ബീലേ നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ചത്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ എനിമീനെ ഇപ്പോൾ അവിടെ കാണാനൊന്നുമില്ല. എൻ്റെ ത്രോൺ ഗണ്ണൊക്കെ ചിലപ്പോൾ കിട്ടുകയും ചെയ്യും. പക്ഷെ എൻ്റെ കോഡ് മറ്റെടുത്തുണ്ട് കേട്ടോ. കോഡ് പോയി. പിന്നെ എൻ്റെ ലൂട്ട് എടുത്താനാണ് തോന്നുന്നത്. പിന്നെ ഓനടിച്ചപ്പോഴേക്കും എല്ലായിടത്തുനിന്നും അടി കിട്ടാൻ തുടങ്ങി. പിന്നെ എന്തായാലും ചാവുന്നില്ലേ. ടാക്സി ഇട്ട് റഷ് ചെയ്തതാ. ബാഗിൽ നിന്ന് നല്ല അടി കിട്ടി. പിന്നെ ത്രോൺ ഗണ്ണോട് മുമ്പത്തെ എനിമീനോട് കൊന്നു ഞാൻ. പിന്നെ ഓൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള ഉണ്ടായിരുന്നു. ഉണ്ടെടുത്ത് പിന്നെ ഞാൻ ഉണ്ടെടുത്ത് നല്ലണ്ട് മെഡടിച്ച്. അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വല്ല അടി കിട്ടിയാൽ അപ്പം പുകയാവും ഞാൻ. എന്തായാലും ഉറപ്പാണ്. ഞാൻ എന്നിട്ട് ഇതൊക്കെ അടിച്ച് സെറ്റായി നിൽക്കുന്നു. പിന്നെ കത്താനൊക്കെ എന്നെ കളങ്ങി. വെറുതെ കത്താനൊന്നും പിടിക്കണ്ട. നോക്കിയപ്പോൾ അതാ ഒരുത്തനും പിന്നെയും കാണാനില്ല. പിന്നെ താഴത്തേക്ക് ഇറങ്ങാം. സുഖമായിട്ട് ഇറങ്ങാമല്ലോ നമുക്ക്. അങ്ങനെ വിചാരിച്ചിറങ്ങിയതാ ഞാൻ. പിന്നെ സുഖമായിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ കോഡ് കിട്ടി. ഇതിൻ്റെ കോഡ് എടുത്തോന് ബാക്കിൽ നേരത്തെ ഞാൻ കൊന്നവനായിരുന്നു. റിവെഞ്ച് ഗൈസ്, റിവെഞ്ച്. പിന്നെ ഗൈസ് എവിടെ നിന്നൊക്കെ ഒരു എനിമീൻ്റെ ശബ്ദം പോലെ. പിന്നെ ഞാനെന്താ ചെയ്ത്, ഞാൻ എൻ്റെ ഗ്ലൂ വാളും പൊട്ടിയപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഫുള്ള് എനിമി. അപ്പോൾ ദാ ഇവിടെ ഫുള്ളും എനിമിന് മയോ. പിന്നെ നമുക്ക് 2 മൈനസും കിട്ടി. നമ്മളെ കളിയും പൊട്ടി. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ എത്ര ഉള്ളൂ. എല്ലാവരും ബൈ.